എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കേരളത്തിൽ ആദ്യമായി ലോകത്തിന് തന്നെ മാതൃകയായി ഒരു പഞ്ചായത്ത് അവയവദാനത്തിന്റെ മഹാചരിത്രം ഇവിടെ രചിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത രാമപുരം കൾച്ചറൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, രാമപുരം ഗ്രാമപഞ്ചായത്തും നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ചെയ്തത് വരും തലമുറയ്ക്ക് ഒരു 50 വർഷം കഴിയുമ്പോൾ ഇതാരാണോ ഈ കർമ്മം ചെയ്തത് എന്ന് 50 വർഷം കഴിയുമ്പോൾ ചരിത്രം ആലോചിക്കും. ആരാണ് രാമപുരത്തിന് ഇങ്ങനൊരു ചരിത്രം കുറിച്ചത്? അത് രാമപുരം കൾച്ചറൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് അന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വലിയ ത്യാഗം? എനിക്കറിയാം, ഈ ഗ്രാമത്തില് വിടുവിടാന്തരം കയറിയിറങ്ങി ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ നിങ്ങൾ പോയപ്പോൾ എന്തെല്ലാം നേരിട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാനായിരിക്കുന്ന തൃശ്ശൂരിലെ പൂത്തറയ്ക്കൽ എന്ന് പറയുന്ന ഗ്രാമമാണ് ലോകത്തിലെ ഫസ്റ്റ് വില്ലേജ് ആയിട്ട് ഇന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലുള്ളത്. അതിനുവേണ്ടി എല്ലാ വീടുകളും കയറിയിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ അതൊരു കൊച്ചു ഗ്രാമമാണ്. ഇതിവിടെ എത്രയോ വലിയ ഒരു പഞ്ചായത്ത് മുഴുവനും നിങ്ങൾ ഇതിനു വേണ്ടി ത്യാഗപൂർവ്വം ഇറങ്ങി തിരിച്ചില്ലേ? പ്രിയമുള്ളവരെ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് രോഗികളാണ്. കിഡ്നി തകർന്നു പോയവര്, കരൾ തകർന്നു പോയവര്, ലങ്സ് നഷ്ടപ്പെട്ടവര്, പാൻക്രിയാസ് ഇല്ലാത്തവര്, കണ്ണില്ലാത്തവര്, കണ്ണില്ലാത്ത 50 ലക്ഷത്തിലേറെ പേര് ഈ ഭാരതത്തിലുണ്ട്. പെറ്റ തള്ളയെന്ന് വരെ കണ്ടിട്ടില്ല. മരിച്ചു പോകുന്ന എന്റെയോ നിങ്ങളുടെയോ ഒരു കണ്ണിന്റെ കോർണിയെടുത്ത് അവന്റെ മുഖത്ത് വെച്ചു കൊടുത്താൽ അവൻ കണ്ണു തുറന്ന് നോക്കുന്നത് അവരെ പ്രസവിച്ച അമ്മയെയാണെന്ന് പറയുമ്പോൾ അതിന്റെ ആ ദാനത്തിന്റെ മഹാത്മ്യം എത്രയോ വലുതാണ് പ്രിയമുള്ളവർ. നേരത്തെ മാണി സാറിവിടെ പറഞ്ഞില്ലേ, നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾക്കൊന്നും വിലയില്ലാത്തതായിട്ടാണ് നമ്മളെ കണക്കാക്കിയിരുന്നത്. എത്രയോ വിലയേറിയതാണ് നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ നൽകിയ അവയവങ്ങളൊക്കെ. ഇത് ജനിക്കുമ്പോൾ തന്നെ സൗജന്യമായി കിട്ടിയവരാ നമ്മളൊക്കെ. ഇനി ജനിച്ചിട്ടും കണ്ണ് കാണാത്തവർ ജനിക്കുമ്പോഴേ തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല കണ്ണ്. നമുക്കൊക്കെ കണ്ണ് കിട്ടി, എന്നാൽ ജനിക്കുമ്പോഴേ അത് നിഷേധിക്കപ്പെട്ട എത്രയോ മനുഷ്യർക്ക് മരിച്ചു പോകുമ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ആ ദാനത്തിന് അവർ എന്ത് രീതിയിലാണ് പ്രിയമുള്ളവരെ കണക്കാക്കുക? ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാമപുരം എന്ന് പറയുന്ന ഈ ഗ്രാമം ലോകത്തിന്റെ മുൻപിൽ വലിയ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ പ്രിയങ്കരനായ കവി ഇവിടെ പറയുകയുണ്ടായി, മതസൗഹാർദ്ദം. ഈ അവയവദാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദമാണ്. കാരണം ഒരു തോമസിന്റെ കിഡ്നി ചെന്നിരിക്കുന്നത് ഒരു നാരായണിയുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ഒരു മുഹമ്മദിന്റെ കിഡ്നി ചെന്നിരിക്കുന്നത് ഒരു തോമസിന്റെ ശരീരത്തിലാണ്. വെറുതെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുന്നതല്ല. എന്റെ മരിച്ചുപോയ എന്റെ അപ്പന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം വേലായുധന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിട്ടാ പറയുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണോ എന്ന് വാക്കുകൊണ്ടല്ല പ്രിയമുള്ളവരെ പറയുന്നത്. അതാണ് ഈ അവയവദാനത്തിന്റെ ശ്രേഷ്ഠത. നമ്മളെല്ലാം ആദ്യം മനുഷ്യരായിട്ട് ജനിച്ചിട്ടാണ് നാം ദൈവത്തെയും മനുഷ്യനെയും അറിയുന്നത്. മനുഷ്യനാണ് അടിസ്ഥാനപരമായ വാല്യൂ. ഇന്ന് മനുഷ്യന് വിലയില്ല. സ്വർണത്തിന് നല്ല വിലയാ, പക്ഷെ മനുഷ്യന് വിലയില്ല. നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണം പഠിച്ചു പിടിച്ചുകൊണ്ടോടത് നമ്മളെ വേണ്ട. മനുഷ്യൻ പോട്ടെ, എന്താണ് വേണ്ടത്? നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം. ഇന്ന് മനുഷ്യനെ വിലയില്ലാത്തതായി കാണുന്നു. രോഗിയായ മനുഷ്യൻ അതിനി മരിച്ചു പോകട്ടെ എന്ന് കരുതുന്നു. അവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് മാനുഷിക മൂല്യങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഏത് ജാതി മതസ്ഥരായി ജീവിക്കുന്നെങ്കിലും രോഗമെന്ന് എവിടേക്കാ പോണത്? എല്ലാവരും പോകുന്നത് ആശുപത്രിയിലേക്കാ. അവിടെ ഹിന്ദുവിനൊരു ആശുപത്രി, മുസൽമാനൊരു ആശുപത്രി ഇല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് എവിടെയാ? ഒരു വിദ്യാലയത്തിലാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഒരുപോലെയല്ലേ ഭക്ഷിക്കുന്നത്? കരയുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊന്ന് രുചിച്ചു നോക്കിയേ. എല്ലാവരുടെയും കണ്ണുനീരിന് ഉപ്പ് രസമല്ലേ? നമ്മുടെ രക്തത്തിന്റെ നിറം നോക്കിയേ, ചുവപ്പല്ലേ രക്തം? നമ്മുടെ വേദനകളും സന്തോഷങ്ങളും ഒരുപോലെയല്ലേ പ്രിയമുള്ളവരെ? എന്തുകൊണ്ട് ആ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഈ രാമപുരം വന്നതുപോലെ ഈ നാട്ടിലെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 2 യാത്രകൾ ഞാൻ നടത്തി. പ്രത്യേകിച്ച് കിഡ്നി രോഗികളുടെ വീടുകളിലെ ഞാൻ അന്തി ഉറങ്ങിയിട്ടാണ് ഞാൻ യാത്ര നടത്തിയത്. കാരണം ഞാൻ ജീവിതത്തിൽ പഠിച്ചതാണ്, സങ്കടങ്ങളാണ് മനുഷ്യന് നല്ലത്, സന്തോഷങ്ങളല്ല. സന്തോഷ കാലഘട്ടങ്ങളിൽ ഞാൻ എന്റെ അപ്പനെയോ അമ്മയെയോ ദൈവത്തെയോ മനുഷ്യനെയോ മറക്കാനാണ് സാധ്യത. സങ്കടങ്ങളുണ്ടോ?
സങ്കടങ്ങളാണ് മനുഷ്യനെ നന്മയിലേക്ക് തിരിച്ചിട്ടുള്ളൂ. തൂമ്പുകൾ എന്ന് പറയുന്ന കുര്യൻ, അദ്ദേഹത്തിന്റെ മകന്റെ വിരഹം, പെട്ടെന്ന് 16 വയസ്സിലെ മകൻ മരിച്ചു പോയപ്പോൾ ആ വേദനകളെ കടിച്ചമർത്തിയിട്ട് ആ മകന്റെ ആഗ്രഹപ്രകാരം മകന്റെ 2 കണ്ണുകളും കിഡ്നികളും ലിവറും കൊടുത്തിട്ട് ഇന്ന് 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ആ മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ മകന്റെ കിഡ്നികളും കരളും വെച്ച മനുഷ്യർ ആ വീട്ടിൽ കടന്നു വരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു അവർ. ആ പിതാവ് അനുഭവിക്കുന്ന സന്തോഷം നമുക്കൊരു വരികൾ കൊണ്ട് കുത്തിയുറയ്ക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാർ. നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയതിനെ കുറിച്ച് നമുക്ക് വിലയില്ല. നാം ഒരു കണ്ണു കാണാത്ത അന്ധനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അച്ഛനായി നിന്നിവിടെ പ്രസംഗിക്കുമായിരുന്നില്ല. കണ്ണു കാണാത്തവനെ പുരോഹിതനാക്കില്ല. എങ്ങനെ അവൻ കുർബാന ചെല്ലും? ഞാൻ കണ്ണ് എനിക്ക് ഈശ്വരൻ തന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഒരു പൊട്ടനായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്റെ ശബ്ദം നിങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ കേൾക്കില്ല. അതെനിക്ക് ഈശ്വരൻ തന്നില്ലേ? അതിനൊക്കെ ഞാൻ എങ്ങനെ ഈശ്വരനോട്, ദൈവത്തോട് നന്ദി പറയണം? അത് ദൈവമേ നന്ദി, ദൈവമേ നന്ദി എന്ന് നാക്കോണ്ട് 2 പാട്ട് പാടിയിട്ടല്ല. എനിക്ക് കാഴ്ച തന്ന, എനിക്ക് സംസാരശേഷി തന്ന, എനിക്ക് കിഡ്നികളെ തന്ന, എനിക്ക് അറിവ് തന്ന, ജ്ഞാനം തന്ന, എന്റെ അമ്മയുടെ മുലപ്പാലിലൂടെ എനിക്ക് സ്നേഹം തന്ന ആ അമ്മയോട്, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അമ്മയോട് ഞാൻ സ്നേഹം കാണിക്കേണ്ടത് ഈ ലോകത്ത് കാണുന്ന ഒരു അമ്മയുടെ കൈകളിലേക്ക് ഞാൻ സ്നേഹം ചൊരിയുമ്പോൾ അതെന്റെ അമ്മയോട് കാണിക്കേണ്ട കടപ്പാടുകളാണ്. മനുഷ്യരെന്ന് മറന്നു പോകുന്നു, തല മറക്കുന്നു എന്ന് പറയില്ലേ? തലമുറയെ മറക്കുന്നു, രോഗികളെ മറക്കുന്നു. എനിക്ക് നേടണം, എനിക്ക് സമ്പത്ത്, എന്റെ കച്ചവടം, അതൊക്കെ എവിടെ ചെല്ലുന്നു? ഒരു കിഡ്നിക്ക് ഒരു ഡാമേജ് വരട്ടെ. കുവൈറ്റിൽ ജോലി ചെയ്തൊരു സുഹൃത്ത് രോഗിയാണെന്ന് കണ്ടപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പ്രിയമുള്ളവരെ, കിഡ്നി രോഗിയായ മനുഷ്യനെ എങ്ങനെയാണ് ജോലിക്ക് വിളിക്കുക? അവിടുന്ന് ഭാര്യയും എല്ലാം വിറ്റുപെറുക്കി തിരിച്ചു പോന്നു. ഇനി ഒരു കിഡ്നി കിട്ടണം. ഭാര്യ തരുമോ? ഒരു സഹോദരനെ വിളിച്ച് കരഞ്ഞു. ഫാദറിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ? എന്ത്? അവള് കിഡ്നി തരാന്ന് പറഞ്ഞത് അച്ഛനോട് കൂടി കേട്ടതല്ലേ? അതെ. ഇപ്പൊ അവള് പറയുന്നു കിഡ്നി തരില്ല എന്നച്ചോ. ആരാ അവള്? സ്വന്തം ഭാര്യ. എന്നിട്ട് എന്നോട് പറയണു, അച്ഛനൊന്ന് പറയൂ അച്ഛ അവളോട് എനിക്ക് കിഡ്നി തരാൻ. ഇതാണ് ഈ ലോകം. 10-25 വർഷം ഭാര്യയും ഭർത്താവായി സ്നേഹിച്ച് ജീവിക്കുന്നു. ജീവിതത്തിൽ അവരിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി അല്പം വേദന സഹിക്കേണ്ടി വരുമെന്ന് പറയുമ്പോ അതിന് ത്യാഗം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന സ്നേഹം അത് ശരിയായിരുന്നോ? പ്രിയമുള്ളവരെ, എന്റെ മുമ്പിൽ 2ാമത്തെ റോയിലിരിക്കുന്ന സഹോദരി സ്വന്തം സഹോദരനെ ശരീരത്തിന്റെ ഒരു കിഡ്നി മുറിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. മരിച്ചു കഴിയുമ്പോഴെങ്കിലും, മരിച്ചു കഴിയുമ്പോ ഈ ശരീരത്തിന് പിന്നെ ആർക്കും ആവശ്യമില്ല. നമ്മുടെ ഡെപ്പോസിറ്റ് ആവശ്യമുണ്ട്, നമ്മുടെ പറമ്പ് ആവശ്യമുണ്ട്, വീട് ആവശ്യമുണ്ട്, ബാക്കി എല്ലാം ആവശ്യമുണ്ട്. ഈ ശരീരം ആർക്കും വേണ്ട. പക്ഷേ ആ ശരീരം കൊണ്ട് ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നു. ഓണമല്ലേ അടുത്ത ദിവസം? ഓണം എന്താണ്? ആ രാജാവ് തന്റെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി, ഇവിടെ നമ്മുടെ കവി പറഞ്ഞില്ലേ, എന്റെ ആയുസ് പോലും എന്റെ തലയിൽ ചവിട്ടി എന്നെ പാതാളത്തിലേക്ക് താത്തിയാലും വേണ്ടില്ല, എന്റെ പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാകണം. ആ മനസ്സ് നന്നാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ആ മനസ്സാണ് പ്രിയമുള്ളവരെ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രാർത്ഥന കാണുവാണ് സാർ, സുഖം പകരാൻ, ലോകത്തിന് സുഖം പകരാൻ. ഞങ്ങൾ എവിടെ പോയാൽ എല്ലാവരോടും പറയും, ഈ പാട്ടേ പാടാവൂ, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സുഖം ഉണ്ടാകട്ടെ. ഇത് എനിക്ക് സുഖം ഉണ്ടാവണം, അയൽക്കാരന് സുഖം ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കുന്നിടത്താണ് മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നത്. ഈശ്വരന്റെ സന്നിധിയിൽ പോലും പ്രാർത്ഥിക്കുന്നത് എന്താ? തരണേ 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 എന്ന് ചോദിക്കുന്നവൻ തരാം തരാം എന്ന് പറയില്ല. നമുക്ക് എപ്പോഴും തരണേ തരണേ എന്നുള്ളൂ. അതല്ല പ്രാർത്ഥന. തരാം തരാം എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ അവയവങ്ങൾ തരാം എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടപ്പോൾ നിങ്ങൾ ചെയ്തതിന്റെ പേരാണ് യാഗം, ദാനം, ബലി എന്ന് പറയുന്നതൊക്കെ അതാണ് പ്രിയമുള്ളവരെ. എങ്ങനെ നമ്മൾ മരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് എന്റെ പ്രശസ്തി എന്റെ കൂടെ പോരില്ല. പ്രശസ്തി അവസാനിക്കും, ആരോഗ്യം അവസാനിക്കും, എന്റെ ഡെപ്പോസിറ്റ് അവസാനിക്കും. പക്ഷെ ഒന്നും അവസാനിക്കില്ല. ഈ ജീവിതകാലത്ത് നിന്റെ വാക്കുകൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ ശരീരം കൊണ്ടും നീ എഴുതി
കുറിച്ചു വെച്ചത്. ഇതെല്ലാം മാനവ കുലത്തിന് അതെന്റെ മക്കൾക്ക് കൊടുക്കണം എന്നല്ല നിങ്ങൾ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അവയവങ്ങൾ എന്റെ കിഡ്നി മൂത്ത മോന്, ലിവർ ആർക്ക വേണ്ട, അതായത് എനിക്കിരുന്നുണ്ട് ലിവർ, അങ്ങനെ പങ്കുവെച്ചു കൊടുത്തതല്ല. മാനവ കുലത്തിന് എന്റെ ശരീരത്തിൽ അവയവങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായപ്പോൾ നിങ്ങളുടെ മനസ്സ് വികസിച്ചു, ആകാശത്തോളം വികസിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ഓപ്പറേഷന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏവർക്കും പരിചയനായ കൊച്ചൗസ് ചിറ്റപ്പള്ളി എന്ന് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ, ഞാൻ കൊച്ചൗസ് ചിറ്റപ്പള്ളി, എന്നെ അധികം പേര് വിളിക്കാറ് രോഗികളാണ്. ഞാൻ വിചാരിച്ചതൊരു രോഗിയായിരിക്കും. പറയൂ, അപ്പോ എത്ര നാളെ അസുഖം തുടങ്ങിയിട്ട്? അല്ലച്ചോ, ഞാൻ കൊച്ചൗസ് ചിറ്റപ്പള്ളി. ആയിക്കോട്ടെ, ഏത് ആശുപത്രിയിലാണ്, ഏത് ഡോക്ടറാണ്, ഇപ്പൊ ഡയാലിസിസ് എവിടെ നടത്തുന്നത്? അച്ചോ, ഞാൻ കൊച്ചൗസ്. എനിക്കറിയില്ല സാർ. അച്ചോ, ഞാൻ ഈ വീഗാർഡിന്റെ ഓണർ. എന്ത്? അച്ഛൻ കൊടുത്ത പോലെ ഞാനും കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ആലോചിച്ചു, ദൈവമേ, ആയിരക്കണക്കിന് 1000 കോടി രൂപയാണ് ഒരു വർഷം അദ്ദേഹത്തിന് വിറ്റുവരവ്. 1000 കോടി. അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന് ഭാഗം മുറിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, സാറേ, അത് വീട്ടിൽ എല്ലാവരോടൊക്കെ പറയണം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. അച്ഛൻ പറഞ്ഞോ, അച്ഛൻ പറയണ ആൾക്ക് കൊടുക്കാന്ന്. ആ മനസ്സ് കണ്ടോ പ്രിയമുള്ളവരെ? സമ്പത്തുണ്ടാകുമ്പോ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനാണ് നോക്കുക. നമ്മള് സമ്പത്ത് കൂടുതൽ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ചുരുങ്ങാനാണ് സാധിക്കുക. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സ് വികസിക്കുകയാണ് ചെയ്തത്. നല്ലത് പറയാൻ മടി ആൾക്കാർക്ക് പറയണം. ഞാൻ എവിടെ പോയാലും പറയും, ഏത് മനുഷ്യൻ ചെയ്ത നന്മയാണ് പ്രഘോഷിക്കേണ്ടത്, തിന്മയല്ല നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, അങ്ങനെയാണെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. എന്താണ്? ഒരു കിഡ്നി ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതെന്താച്ചോ, സാറൊരാൾക്ക് കിഡ്നി കൊടുക്കുമ്പോ അയാളുടെ ഭാര്യയോട് പറയും, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കണം. അച്ഛൻ എന്താ വേണമെങ്കിൽ ചെയ്തോ. ഈ ഈരാറ്റുപേട്ടയിലുള്ള ജോയ് എന്ന ചെറുപ്പക്കാരനാണ് കൊച്ചൗസേപ്പേട്ടന്റെ കിഡ്നി ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കണത്. ഈ കോട്ടയത്താണ് ജീവിച്ചിരിക്കണ കൊച്ചൗസേപ്പേട്ടന്റെ കിഡ്നി. ഞാൻ പറഞ്ഞു, ജോയെ, നിനക്ക് കൊച്ചൗസേപ്പേട്ട എന്നത് ഒരു കിഡ്നി അല്ല, ഒരു സന്ദേശമാണ്. നീ ഇതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കണം. നിന്റെ കൊടുക്കാൻ പറ്റില്ല, നിന്റെ ഭാര്യയുടെ കൊടുക്കണം. അത് വേണോ? അത് വേണം. അതെന്താ? അതങ്ങനെയാണ് മോനെ, അത് കൊടുക്കണം, എന്നാലും നിനക്ക് തരുന്നുള്ളൂ. അതെന്താ? അതങ്ങനെയാണ്. നിനക്ക് കിട്ടുമ്പോ മറ്റൊരാൾക്ക് കൊടുക്കണം. എനിക്ക് കിട്ടിയാൽ ഞാനും കൊടുക്കണം. എനിക്ക് സമ്പത്ത് കിട്ടുമ്പോൾ അത് ഞാൻ പങ്കുവെച്ചു കൊടുക്കണം. എനിക്ക് അറിവ് കിട്ടുമ്പോൾ അത് ഞാൻ പങ്കുവെച്ചു കൊടുക്കണം. എനിക്ക് സ്നേഹം കിട്ടുമ്പോൾ ഞാനത് പങ്കുവെച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് ലൈഫ്. പങ്കുവെക്കലാണ് പ്രിയമുള്ളവരെ. പങ്കുവെക്കാത്തവൻ ഈ ലോകത്തിൽ ഒന്നും അനുഭവിക്കില്ല. പങ്കുവെക്കണം. അങ്ങനെ ജോളി അരുൺ രാജ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് കൊടുത്തു. ഞാൻ പറഞ്ഞു, അരുൺ രാജ്, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ലച്ചോ. അമ്മയുണ്ട് ലീല ചേച്ചിയെ കിഡ്നി വേറെ ആൾക്ക് കൊടുക്കണം. അതെന്താച്ചോ? അതങ്ങനെയാണ്. കൊടുക്കണം. ലീല കൊടുത്തു. ആർക്ക്? മുരളീധരനോട് ഒരു മുരളീധര ഭാര്യയില്ലേ ഉണ്ട്, നീന, അവള് വേറെ ആൾക്ക് കൊടുക്കണം. അതെന്താ? അതങ്ങനെയാണ്. അവസാനം കൊടുത്തത് ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാര്യയോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിചാരിക്കുന്നത് എന്താ? അച്ഛൻ ഒരു പക്ഷപാതം കാണിച്ചല്ലോ. ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും കൂടെ കിഡ്നി ഫെഡറേഷനിലേക്ക് 1.5 വർഷം പോന്നു. കൈ പിടിച്ചിട്ടാ കൊണ്ടുവന്ന ഭർത്താവിനെ. എന്തേ? കണ്ണില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ ഏതെങ്കിലും സ്ത്രീകൾ തയ്യാറാവോ? കണ്ണിലിഷ്ടമാകുന്ന ആൾക്കാരെ കണ്ണില്ലാത്തവനെ കല്യാണം കഴിക്കണേ. ആ സ്ത്രീയുടെ മനസ്സ് കണ്ണില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിച്ചു. കണ്ണില്ല, അവർക്ക് വീടില്ല, അതിന്റെ ഒപ്പം ആൾക്ക് കിഡ്നിയും ഇല്ല. സങ്കടപ്പെട്ട് വന്നിരിക്കുക. ഫാദർ, ഞങ്ങൾ പത്രത്തിലിട്ടും ഒരു ചെറുപ്പക്കാരെ കിഡ്നി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്രത്തിൽ കിട്ടുന്നതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇല്ല സാർ, ഞങ്ങൾ ഫോൺ വിളിച്ച് അദ്ദേഹത്തിനെ കണ്ടു, നല്ല ചെറുപ്പക്കാരനാ. അങ്ങനെ അവർ പോയി. ഒരു 6 മാസത്തിന് തിരിച്ചു വന്നു. ആ കുരുടന്റെ കയ്യിൽ നിന്ന് 10,000, 20,000, 50,000 പണം വാങ്ങിച്ച് 2 ലക്ഷത്തോളം രൂപ ആ ചെറുപ്പക്കാരൻ ഇവരുടെ കയ്യിലുള്ള പണവും തട്ടിത്തെടുത്തു. എല്ലാ അനുവാദം കിട്ടി. ഇന്റർവ്യൂവിന് പോകേണ്ട സമയം